എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, നല്ല സ്നോ ഉണ്ട്, അതുപോലെ തന്നെ നല്ല സണ്ണിയുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടുപേർക്കും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ഞാൻ സ്നോൻ്റെ പുറത്തുള്ളൊരു വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെ സ്നോ ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സ്നോ ഒട്ടും ഇല്ലായിരുന്നു. ചെറുതായിട്ട് വരും, അത് മഴ വന്ന് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെയിൽ വന്നാൽ അത് പോവും. നിൽക്കണമെങ്കിൽ മൈനസിൽ തന്നെ ടെമ്പറേച്ചർ നിൽക്കണം. ഇപ്പോൾ കുറച്ച് ദിവസം ഇനി അങ്ങോട്ട് ഒരാഴ്ചയൊക്കെ മൈനസിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്നോ ഒക്കെ അതുപോലെ തന്നെ. ഇന്നലെ രാത്രി നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നോ ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങാമെന്ന്. എവിടെ പോയി? ഓക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്നോ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വഴിയൊക്കെ സ്നോ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ആൾക്കാർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ സ്നോ ആയാലേ. അപ്പം എൻ്റെ ബാക്കിൽ തന്നെയായിട്ട് ഒരു മിനിറ്റ് സ്നോ ക്ലിയർ ചെയ്യുന്ന വണ്ടി കണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഉണ്ട് കുറേ. അയ്യോ, ഫോട്ടോ കിട്ടുമോ ഇവിടുന്ന്? ഈ സ്നോ സീസൺ പലർക്കും ഇഷ്ടമല്ല, കാരണം ഭയങ്കര തണുപ്പ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തണുപ്പും എനിക്ക് വലിയ പ്രശ്നമല്ല. പിന്നെ ഈ ഭംഗി കാണുമ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ്. പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട് സ്നോ അധികം ഇഷ്ടമല്ല, തണുപ്പും മഞ്ഞും, പിന്നെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ സ്റ്റോളേഴ്സൊക്കെ തള്ളി പോകുമ്പോൾ സ്നോ ആകുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്നോന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ചയായിട്ട് ഇവിടെ സ്നോ ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് സ്നോ കണ്ടത്. അതുകൊണ്ട് വിചാരിച്ചു, മോള് സ്കൂളിൽ പോയി, അപ്പോൾ വൈകുന്നേരം അവളെയും കൊണ്ട് വന്നിട്ട് നമുക്കിവിടെ സ്ലേ കൊണ്ട് വന്ന് എന്തെങ്കിലും അവളെ കൊണ്ട് ഇവിടെ വരാം. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ആദ്യം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്നോ ഇഷ്ടമാണോ? അതെയല്ല, കുറേയൊക്കെ അതെ, ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ സ്നോയി സീസൺ. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു പോണ്ടും അതിനകത്ത് കുറേ താറാവുകളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭൂമിനെയും കൊണ്ട് നമുക്ക് ഈവനിങ് എന്തായാലും ഇവിടെ വരണം. ഇവിടെ ഒരു കുഞ്ഞു സ്ലോപ്പ് കണ്ടോ, ഇത് സ്ലോപ്പ് ആയതുകൊണ്ട് നമുക്ക് സ്ലേ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്ലെഡ് ചെയ്തിങ്ങനെ വരാൻ പറ്റും. ഒരു കുഞ്ഞു താറാവ് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വരുന്നത്. കണ്ടോ? അയ്യോ, ഒന്നും കൊണ്ടുവന്നില്ല. വേറൊന്നല്ല, ഇവർക്ക് സ്നോ ആകുമ്പോൾ ഫുഡ് കിട്ടുന്ന വളരെ കുറവാണ്. അപ്പോൾ ഇടയ്ക്ക് ഫുഡ് നമ്മൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അവരെന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചിട്ടാട്ടോ വരുന്നത്.
ഇവിടെ നോട്ട്ബുക്കിൻ്റെ ചട്ടയിലൊക്കെ കാണില്ലേ ചില പിക്ചേഴ്സ്, അതുപോലെ എനിക്ക് ആക്ച്വലി ഈ പ്ലേസ് തോന്നുന്നു കേട്ടോ. ഒരു കുഞ്ഞരുവി അല്ലെങ്കിൽ ഒരു കുഞ്ഞു പോണ്ട്, അതിൽ കുറേ താറാവുകൾ. അപ്പോൾ ഈ എന്താ പറയുക, അത്രയും മനോഹരമായിട്ടാണ് എനിക്ക് ഈ കാഴ്ച എപ്പോഴും തോന്നാറ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് സ്നോയി ടൈമിൽ ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഈ ഒരു പ്ലേസ് ഉണ്ടാവും കേട്ടോ, കാരണം ഞാൻ യൂഷ്വലി വരുന്നൊരു സ്ഥലമാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊരു പാർക്കാണ്. കുട്ടികളിപ്പം വിൻ്റർ ആയതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് കുട്ടികളേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ കുട്ടികൾ വരും കേട്ടോ. കൈയൊക്കെ ഫ്രീസായി, ഗ്ലൗസ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല എന്താ പറയുക, ഭയങ്കര ഒരു വേദന എടുക്കും കേട്ടോ. കുറേ നേരം നിൽക്കുമ്പോൾ കൈൻ്റെ ഈ സൈഡൊക്കെ ഫ്രീസായിട്ട് ഒരു വൃത്തിയായിട്ടൊരു പെയിൻ വരാൻ തുടങ്ങും. അപ്പോൾ ഞാനിനി കൂടുതൽ നേരം പുറത്ത് നിൽക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവും. നമുക്ക് അധിക നേരം പുറത്ത് നിന്ന് കളിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ. ഓക്കേ.